ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് കൽക്കട്ട ഹൈക്കോടതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് റെസിഡന്റ് ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. വയനാട് ദുരന്ത മേഖലയിൽ വിദഗ്ധ സംഘം ഇന്നും പരിശോധന തുടരും. ദുരിതബാധിതർക്ക് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നൽകി താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. വടക്കേ ഇന്ത്യയിൽ കനത്ത മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ എറണാകുളത്തും തൃശൂരും ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. 78ാം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകിട്ട് 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് അഭിസംബോധനയുടെ പ്രാദേശിക പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയുടെ പ്രാദേശിക നിലയങ്ങൾ രാത്രി 9:30 പരിഭാഷ പ്രക്ഷേപണം ചെയ്യും. ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയോട് അനുബന്ധിച്ച് അരുണാചൽ പ്രദേശിൽ 600 അടി നീളമുള്ള ഇന്ത്യൻ ദേശീയ പതാക വഹിച്ചുകൊണ്ടുള്ള തിരംഗ റാലി സംഘടിപ്പിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ പൌരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹം ആഴത്തിൽ വേരൂന്നിയ നാടാണ് അരുണാചൽ പ്രദേശ് എന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 78ാം സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെ 400 തിരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് ക്ഷണം. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രതിനിധികളെയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചത്. അതേസമയം വനിതകളുടെ നേതൃത്വം പഞ്ചായത്തുകളിൽ എന്ന വിഷയത്തിൽ പഞ്ചായത്തി രാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നുണ്ട്. ശില്പശാലയിൽ പങ്കെടുക്കുന്നവരെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗും സഹമന്ത്രി SP സിംഗും അഭിവാദ്യം ചെയ്യും. സ്വാതന്ത്ര്യദിനത്തിന്റെ സംസ്ഥാനതല ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ രാവിലെ 9 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശവും ചടങ്ങിൽ നൽകും. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന അമൃത് ഉദ്യാൻ 2024 ആഘോഷ പരിപാടികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച മുതൽ സെപ്റ്റംബർ 15 വരെ അമൃത് ഉദ്യാനം സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 29 അമൃത് ഉദ്യാൻ വീക്ഷിക്കാൻ ഇതാദ്യമായി കായിക താരങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സ്കൂളുകൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ അധ്യാപകർക്കും പൂക്കളുടെ വസന്തം നേരിൽ കണ്ട് ആസ്വദിക്കാൻ ക്ഷണമുണ്ട്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ വർഷത്തെ ഉദ്യാനോത്സവം. യുവമനസ്സുകളിൽ അമൃത് ഉദ്യാന്റെ ആവേശം നിറയ്ക്കുന്നതിന് സ്കൂൾ കുട്ടികൾക്കിടയിൽ ബട്ടൺ ബാഡ്ജുകൾ വിതരണം ചെയ്യും. സൌണ്ട് പൈപ്പ് പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അമൃത് ഉദ്യാൻ സന്ദർശിക്കുന്നവർക്ക് ഏറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതും പ്രകൃതി സൌഹൃദവുമായ സീഡ് പേപ്പേഴ്സ് മെമന്റോയും സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർക്ക് നേരെ അടുത്തിടെയുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. അധ്യാപകർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, റെസിഡന്റ് ഡോക്ടർമാർ എന്നിവരുൾപ്പെടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും കോളേജ്, ഹോസ്പിറ്റൽ ക്യാമ്പസിനുള്ളിൽ സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കുന്നതിന് ഒരു പൊതുനയം വികസിപ്പിക്കാൻ എല്ലാ മെഡിക്കൽ കോളേജുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് കൽക്കട്ട ഹൈക്കോടതി. കേസ് സംബന്ധിച്ച എല്ലാ രേഖകളും എത്രയും പെട്ടെന്ന് സിബിഐക്ക് കൈമാറാൻ സംസ്ഥാന പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. കേസിൽ ഡോക്ടറുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന നടത്തിവന്ന സമരം പിൻവലിച്ചു. ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നൽകി താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിലുള്ള 100ഓളം ക്വാർട്ടേഴ്സുകളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള 253 വാടക വീടുകളും പുനരധിവാസത്തിന് കണ്ടെത്തി. സ്വന്തം നിലയിൽ വാടക വീടുകൾ കണ്ടെത്തുന്നവർക്കും ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുമെന്നും സർക്കാർ അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ ഇന്നും പരിശോധന തുടരും. ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് പരിശോധന നടത്തുന്നത്. പ്രദേശത്തെ മണ്ണിന്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചു. ദുരന്ത പ്രദേശത്തെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ വിലയിരുത്തി സംഘം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. നാളെ വരെയാണ് പരിശോധന. അടുത്ത 7 ദിവസങ്ങളിൽ പടിഞ്ഞാറൻ ഹിമാലയൻ മേഖല, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, കിഴക്കേ ഇന്ത്യ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 5 ദിവസങ്ങളിൽ ഹരിയാന, രാജസ്ഥാൻ, വടക്കുകിഴക്കൻ മേഖല എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 17 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കർണാടക തീരത്ത് മീൻപിടുത്തത്തിന് തടസ്സമില്ല. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി ഗംഗാവാലി പുഴയിൽ ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ നടന്ന തെരച്ചിലിൽ ലോറിയുടെ ഭാഗം കണ്ടെടുത്തതായാണ് റിപ്പോർട്ട്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ തെരച്ചിൽ നടന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര യുദ്ധവിമാനമായ സുഖോയ് 30 MKIൽ നിന്നുള്ള ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ഗൌരവിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ DRDOയുടെ നേതൃത്വത്തിൽ വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്താണ് പരീക്ഷണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വളരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള 1000 കിലോഗ്രാം ക്ലാസ് ഗ്ലൈഡ് ബോംബാണ് ഗൌരവ്. ഹൈദരാബാദിലെ DRDO റിസർച്ച് സെന്റർ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതാണിത്. വിമാന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിൽ DRDOയെയും ഇന്ത്യൻ വ്യോമസേനയെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. വർദ്ധിച്ചുവരുന്ന സ്പാം കോളുകൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യാത്ത നമ്പറുകൾ വിച്ഛേദിക്കാൻ സേവനദാതാക്കൾക്ക് നിർദ്ദേശം നൽകി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത കോളുകളും ഇന്റർനെറ്റ് കോളുകളും നേരത്തെ രജിസ്റ്റർ ചെയ്ത നമ്പറുകളിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. രജിസ്റ്റർ ചെയ്യാത്ത നമ്പറുകളെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ സംഭവത്തിൽ കായിക തർക്ക പരിഹാര കോടതി വിധി പറയുന്നത് മാറ്റി. ഈ മാസം 16 വിധിയുണ്ടാകുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. ക്യൂബൻ ഗുസ്തി താരം യൂസ് നെലിസ് ഗുസ്മാൻ ലോപ്പസിനൊപ്പം വെള്ളി മെഡൽ ആവശ്യപ്പെട്ടാണ് വിനേഷ് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചത്. ഹരിയാനയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, SS സന്ധു എന്നിവരാണ് സ്ഥിതി വിലയിരുത്തിയത്. ഹരിയാന നിയമസഭയുടെ കാലാവധി ഈ വർഷം നവംബർ 3 അവസാനിക്കും. ചണ്ഡിഗഡിലെ 2 ദിവസത്തെ അവലോകന സന്ദർശനത്തിനിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി. മൈലാപ്പൂർ ഹിന്ദു പെർമനന്റ് ചിറ്റ് ഫണ്ട്സ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ദേവനാഥൻ യാദവിനെ ഇന്നലെ വൈകുന്നേരത്തോടെ സാമ്പത്തിക കുറ്റകൃത്യ വകുപ്പ് അറസ്റ്റ് ചെയ്തു. ചിട്ടി ഫണ്ടുകളിൽ 500 കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പിന്റെ പേരിലാണ് അറസ്റ്റ്. ഇന്ത്യ മക്കൾ കൽവി മുന്നേറ്റ കഴകത്തിന്റെ നേതാവും സ്വകാര്യ ചാനലിന്റെ ഉടമയുമാണ് ദേവനാഥൻ. ഇസ്രായേലിനായി $20 ബില്യൺ ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകി US. യുദ്ധവിമാനങ്ങളും അത്യാധുനിക എയർ ടു എയർ മിസൈലുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ വിൽപ്പനയ്ക്കാണ് അംഗീകാരം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്നലെയാണ് ഇക്കാര്യം അറിയിച്ചത്. ലോകമെമ്പാടുമുള്ള ജനാധിപത്യ പ്രക്രിയകളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അമേരിക്കയിൽ ആര് വിജയിച്ചാലും പുതിയ പ്രസിഡന്റിനൊപ്പം പ്രവർത്തിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യ-US ബന്ധത്തിന്റെ മാറ്റങ്ങളെക്കുറിച്ചും USലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെക്കുറിച്ചും USൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. പ്രധാന വാർത്തകൾ വീണ്ടും. 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് കൽക്കട്ട ഹൈക്കോടതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് റെസിഡന്റ് ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. വയനാട് ദുരന്ത മേഖലയിൽ വിദഗ്ധ സംഘം ഇന്നും പരിശോധന തുടരും. ദുരിതബാധിതർക്ക് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നൽകി താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. വടക്കേ ഇന്ത്യയിൽ കനത്ത മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ എറണാകുളത്തും തൃശൂരും ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.